പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മണ്ഡലത്തെ ഈ നിത്യാരാധന ചാപ്പലിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ച് ആത്മവിശുദ്ധീകരണം നേടുവാനുമായി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ സ്ഥാപനം, ഈ ധ്യാന കേന്ദ്രം വളരുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ആളുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. ആത്മീയ ജീവിതത്തെ കായികഗൗരവത്തോടെ എടുക്കുന്നവരാണ് നിങ്ങൾ എന്ന ബോധ്യത്തിൽ ഇത്തിരി ആഴമുള്ള ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത. കടുപ്പായോ? ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ, ഒരാദ്യ സ്നേഹാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ആത്മീയ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അത് തിരിച്ചറിയണമെങ്കിൽ പഴയ നിയമത്തിൽ 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 8-ാം വാക്യം. ആ വാക്യം എങ്ങനെയാണ്? കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. ഒന്ന് പറയാമോ? കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ച് അറിയുവിൻ. ദൈവം നല്ലവനാണ്. അത് ഒരാശയമല്ല. അതിനപ്പുറത്ത് ദൈവം നല്ലവനാണ് എന്നത് എൻ്റെ ചങ്കിനകത്ത് ഞാൻ കൊണ്ടു നടക്കുന്നൊരു ബോധ്യമാണ്. അത് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മളെ ആത്മീയ ജീവിതത്തെ കുറേ കൂടെ കാര്യഗൗരവത്തോടെ എടുക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതുന്നത്. 34-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനമാണ്. പഴയ നിയമത്തിലെ പ്രാർത്ഥനാ പുസ്തകമെന്നറിയപ്പെടുന്ന സങ്കീർത്തനങ്ങളിൽ ദാവീദ് രാജാവ് എഴുതിയ മനോഹരമായ അനേക സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ബൈബിളുള്ളവർ അത് തുറന്നു വെച്ചുകൊള്ളുക. 34-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യമാണ്: കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ച് അറിയുവിൻ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് അറിഞ്ഞ ദാവീദ് ദൈവം നല്ലവനാണ് എന്ന് 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചവനാണ്. എവിടെയാണ് ദാവീദ് രാജാവ് ദൈവം സ്നേഹമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യമുണ്ടായത്? അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1 സാമുവേൽ 16 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആ വചനഭാഗം വായിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലായാൽ കുറേ കൂടെ അതിന് വ്യക്തത നമുക്ക് ഉണ്ടാകും. അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവിൻ്റെ പേരെന്തായിരുന്നു എന്ന് പറയാമെന്ന് നോക്കിയേ. ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവ് സൗൾ. ആരാണ് പറഞ്ഞ മുടുക്കൻ? സൗൾ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സൗൾ രാജാവ്, ഈ സൗളിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന സമയത്ത് 3 പ്രത്യേകമായ അഭിഷേകങ്ങൾ കൊടുത്താണ് അവനെ രാജാവാക്കുന്നത്. ഒരു വലിയ കാര്യത്തിന് വേണ്ടി, ഒരു നിയോഗത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി ദൈവം ഒരാളെ വിളിച്ചാൽ അതിനാവശ്യമായ കൃപകളും അതിൻ്റെ കൂടത്തിൽ കൊടുത്തുവിടും എന്നതൊരു സത്യമാണ്. അപ്പോൾ ഈ ശുശ്രൂഷ മേഖലയിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു കാര്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കരുത്തും അതിനുള്ള അവസരങ്ങളും കൃപകളും ദൈവം തന്നെ തരും.
33 വർഷങ്ങൾ ധ്യാന മേഖലയിൽ ജീവിച്ച എനിക്കത് വളരെ നന്നായി അറിയാൻ പറ്റും. ദൈവം തന്ന അവസരങ്ങൾ, ദൈവം തന്ന ബോധ്യങ്ങൾ, ദൈവം തന്ന സ്വരം, ദൈവം തന്ന ഓർമ്മ തമ്പുരാൻ തരും. ആവശ്യമുള്ളത് അപ്പം തരും. അതാണ്. അപ്പോൾ സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ ദൈവം ഇസ്രയേലിന് വേണ്ടി നൽകുമ്പോൾ അവന് 3 പ്രത്യേകമായ കൃപകൾ കൊടുത്താണ് വിട്ടത്. 3 കൃപകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇസ്രയേലിൻ്റെ രാജ്യത്വമാണ്. ഇസ്രയേലിൻ്റെ ഭരണാധികാരിയായി അവനെ ഉയർത്തി ഇസ്രയേലിൻ്റെ രാജ്യത്വം. അതുവരെയുള്ള ഇസ്രയേലിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു രാജാവും ഉണ്ടായിരുന്നില്ല. അവരെ നയിച്ചുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരും പ്രവാചകന്മാരും ഒക്കെയായിരുന്നു. അതിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഗോത്രപിതാക്കന്മാരാണ് 12 ഗോത്രങ്ങൾ, അതിൻ്റെ നേതാക്കന്മാർ. പിന്നീട് മോശ, ദൈവം തിരഞ്ഞെടുത്ത മോശ, അഹ്റോൻ, പിന്നീട് ജോഷുവ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ, അവരൊക്കെയാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്കുള്ളതുപോലെ തങ്ങൾക്കും രാജാവിനെ വേണമെന്ന് ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ മുൻപിൽ ശാഠ്യം പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ദൈവം പറഞ്ഞു, ഞാനല്ല നിങ്ങളുടെ രാജാവ്, ഞാനല്ല നിങ്ങളെ നയിക്കുന്നത്, ഞാനല്ല നിങ്ങളെ ഇസ്രയേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചത്, ഞാനല്ല 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നിങ്ങൾ നടന്നപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണവും നിങ്ങൾക്ക് വെള്ളവും തന്നത് ഞാനല്ലേ? നിങ്ങൾക്കെതിരെ വന്ന ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി പടപൊരുതിയത് ഞാനല്ലേ? പിന്നെ നിങ്ങൾക്കെതിരാണ് വേറൊരു രാജാവ്. പക്ഷേ മനുഷ്യർ പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെപ്പോലെ ഞങ്ങൾക്കും രാജാവിനെ വേണം. അപ്പം ദൈവമായ കർത്താവ് അവരുടെ ശാഠ്യത്തിന് മുൻപിൽ അവരുടെ ആഗ്രഹപ്രകാരം ഒരുവനെ തിരഞ്ഞെടുത്തു കൊടുത്തവനാണ് സാവൂള്. അപ്പോൾ ഈ ദൗത്യം നിർവഹിക്കണമെങ്കിൽ, ഇത്ര വലിയൊരു സമൂഹത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിനാവശ്യമായ കൃപ വേണം എന്നതുകൊണ്ട് ഒന്നാമതായി ഇസ്രയേലിൻ്റെ രാജ്യത്വം അവന് കൊടുത്തു, രാജാവാക്കി അവനെ ഉയർത്തി. രണ്ടാമതായും ദൈവത്തിൻ്റെ ആത്മാവിനെ അവന് നൽകി. അത് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിൻ്റെ അഭിഷേക സമയം മുതൽ അവനിൽ ആവസിച്ചു. ആത്മാവ് ഒരുവനിൽ ആവസിച്ചാൽ അവൻ അപരനായി മാറും. ആര് മറ്റൊരാളിൽ ആവസിക്കുന്നുവോ, അത് തിന്മയായാലും നന്മയായാലും, ആവാസം അപരനാക്കി മാറ്റും. ആര് നിന്നിൽ ആവസിക്കുന്നുവോ അവനായിരിക്കും പിന്നെ നിന്നെ നയിക്കുക, അവനായിരിക്കും പിന്നെ നിന്നിലൂടെ പ്രവർത്തിക്കുക. ചിലരൊക്കെ പറയാറില്ല ചെകുത്താൻ ആവസിച്ചു എന്ന്. ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പം അങ്ങനെ ആവാസം ഒരുവനെ അപരനാക്കി മാറ്റും, അത് നന്മയായാലും തിന്മയായാലും. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിൽ ആവസിച്ചു കഴിഞ്ഞപ്പോൾ സാവൂൾ വേറൊരു മനുഷ്യനായി മാറി, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി മാറി, ആത്മാവിൻ്റെ ശക്തിയുള്ളവനായി മാറി. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി അവൻ മാറി. അഭിഷേകത്തിൻ്റെ 2ാം തലം ആത്മാവിനെ നൽകി എന്നുള്ളതാണ്. മൂന്നാമതായി സാവൂളിന് വേറൊരു അനുഗ്രഹം കൂടെ കിട്ടി. മൂന്നാമത്തെ അനുഗ്രഹം, അവന് ഒരു പുതിയ ഹൃദയം ദൈവം കൊടുത്തു. സാവൂളിൻ്റെ ഹൃദയത്തെ മാറ്റി ദൈവത്തിൻ്റെ ഹൃദയത്തെ സാവൂളിന് കൊടുത്തു, ഒരു പുതിയ ഹൃദയം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 36-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി, ബാക്കി പറയാമെന്ന് നോക്കിക്കേ, നിന്റെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ തിരിച്ചറിയും, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിന്നിലെ കഠിനമായി പോയ ഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ തമ്പുരാൻ്റെ തിരുഹൃദയം എൻ്റെ ശരീരത്തിൽ തുന്നിച്ചേർക്കുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും. ഒരു പുതിയ ഹൃദയം, എന്തൊരു വലിയ അനുഗ്രഹമാണത്. പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് എന്ന് പറയുന്നത് പോലെ സാവൂളിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ നിമിഷത്തിൽ ദൈവമായ കർത്താവ് 3 അഭിഷേകങ്ങൾ നൽകി. പറഞ്ഞ ഏതൊക്കെയാണ് ആ അഭിഷേകങ്ങൾ? 1 ഇസ്രയേലിൻ്റെ രാജ്യത്വം, 2 കർത്താവിൻ്റെ ആത്മാവ്,
മൂന്നാമതായി ഒരു പുതിയ ഹൃദയം. ഇങ്ങനെ ഇത് 3 അഭിഷേകങ്ങൾ നൽകിയാണ് ഇസ്രയേലിൻ്റെ രാജപദവിയിലേക്ക് ഇസ്രയേലിൻ്റെ 1ാമത്തെ രാജാവായ സാവൂളിനെ ദൈവം ഉയർത്തിയത്. ഈ 3 അഭിഷേകങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിൽ അവൻ ഭരണം നടത്തുമ്പോൾ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടായി. അഭിഷേകത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഫലദായകമായി മാറും. അഭിഷേകം വേണം. അതുകൊണ്ടാണ് കൃപയില്ലാത്ത അധ്വാനങ്ങളെല്ലാം പാഴ്വേലകളാണെന്നും കൃപയിൽ ചെയ്യുന്നതൊക്കെ ഫലദായകമാണെന്നും പറയുന്നത്. എന്ന് പറയാമോ നോക്കിക്കേ, കൃപയില്ലാത്ത അധ്വാനങ്ങൾ പാഴ്വേലകളാണ്. പള്ളിയിൽ പോകാൻ പോലും നേരമില്ലാതെ, പ്രാർത്ഥിക്കാൻ പോലും നേരമില്ലാതെ ഓടിയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം, ഇച്ചിരി വലിയ വട്ടപൂജ്യം, അത്രേ ഉള്ളൂ. ഭൗതികതയുടെ നിരർത്ഥകതയും ഭൗതികതയുടെ നശ്വരതയും തിരിച്ചറിയുന്നവന് ആത്മീയനാകാതെ വയ്യ. പറയാമെന്ന് നോക്കിയേ, ഭൗതികതയുടെ നിരർത്ഥകതയും ഭൗതികതയുടെ നശ്വരതയും തിരിച്ചറിയുന്നവന് ആത്മീയനാകാതെ വയ്യ. അതുകൊണ്ട് ചില തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും പല പരാജയങ്ങളിലാണ്. എല്ലാം നല്ല മിടുക്കനായിട്ട് നടന്ന കാലത്ത് തമ്പുരാനൊന്നും വേണ്ട, ഇതെല്ലാം പൊളിഞ്ഞ് നിന്റെ പദ്ധതിയും പൊളിഞ്ഞ് സകലതും തീർന്ന് അവസാനം ആശ്രയിക്കാൻ ആരുമില്ല എന്ന് കാണുമ്പോൾ തിരിച്ചു വന്ന മനുഷ്യരെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നല്ല പ്രായത്തിൽ പറഞ്ഞൊന്നും മനസ്സിലായില്ല, പക്ഷേ പിന്നീട് മനസ്സിലായ രംഗങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തോടെയുള്ള എല്ലാ ശുശ്രൂഷകളും ഫലദായകമാണ്. അഭിഷേകമില്ലാത്ത, കൃപയില്ലാത്ത അധ്വാനങ്ങൾ എല്ലാം പാഴ്വേലകളാണ് എന്നോർക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൃപ കിട്ടണമെങ്കിൽ മാതാപിതാക്കന്മാർ തമ്പുരാൻ്റെ മുൻപിൽ എളിമയോടെ നിന്ന് കൃപ വാങ്ങി മക്കൾക്ക് കൊടുക്കാൻ പറ്റണം. നമ്മുടെ അധ്വാനങ്ങൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ, നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ, എല്ലാം നേരെയാകണമെങ്കിൽ, തടസ്സങ്ങൾ മാറണമെങ്കിൽ കൃപ വേണം. അതുകൊണ്ട് തടസ്സം മാറുന്നില്ല എന്ന് പറഞ്ഞ് ഓടുന്നതിന് പകരം കൃപയുടെ ജീവിതം നയിക്കാൻ തുടങ്ങുക. അപ്പോൾ ദൈവം അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നിനക്ക് കാണാനായിട്ട് കഴിയും. 3 അഭിഷേകത്തോടെ ഇസ്രയേലിനെ സാവൂൾ ഭരിച്ചപ്പോൾ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടായി. എന്നാൽ ഒരു നിർണായകമായ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി സാവൂൾ പ്രവർത്തിച്ചപ്പോൾ യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ബലിയർപ്പിച്ചിട്ട് പോകാൻ അവൻ ഒരുങ്ങുന്നു. സാമുവേൽ എന്ന വ്യക്തിയാണ്, പ്രവാചകനാണ് വന്ന് ഈ കർമ്മം നിർവഹിക്കേണ്ടത്. രാജാവിന് അനുവദനീയമല്ലാത്ത ബലിയർപ്പണം സാവൂൾ നടത്തി എന്നുള്ളതാണ് സാവൂൾ ഈ അഭിഷേകത്തിൽ നിന്ന് പുറത്താകാനുള്ള കാരണം. അവന് ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം, അവന് ചെയ്യാൻ പാടില്ലാത്ത, അവൻ അനുവാദമില്ലാത്ത കാര്യം സാവൂൾ ചെയ്ത നിമിഷത്തിൽ ദൈവം അവനിൽ നിന്ന് ഈ അഭിഷേകങ്ങൾ പിൻവലിച്ചു എന്ന് മാത്രമല്ല, കൊടുത്ത ഓർഡറിൽ തിരിച്ചെടുത്തു എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം അവന് കൊടുത്ത അഭിഷേകം ഏതായിരുന്നു? ഇസ്രയേലിൻ്റെ രാജ്യത്വം. അവന് ആദ്യം നഷ്ടപ്പെട്ട അഭിഷേകം ഇസ്രയേലിൻ്റെ രാജ്യത്വമാണ്. ഇസ്രയേലിൻ്റെ രാജ്യത്വം അവന് വിട്ടുപോയി, അവരിൽ നിന്ന് വിട്ടുപോയി. രണ്ടാമതായി ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. സാവൂൾ ഇത് അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ജീവിതത്തിൽ ചോർന്നു പോകുന്നത് പലപ്പോഴും നമ്മൾ അറിഞ്ഞില്ല എന്ന് വരാം. കൃപയിലാണെന്ന് വിചാരിക്കും, ആത്മാവിൻ്റെ നിറവിലാണ് നമ്മളെന്ന് വിചാരിക്കും. പക്ഷേ കൃപ ചോർന്നു പോയത്, ആത്മാവ് നഷ്ടപ്പെട്ടു പോയത് സാവൂൾ എന്ന മഹാരാജാവ് അറിഞ്ഞില്ല. ബൈബിളിൽ അത്തരം വേറൊരു കഥാപാത്രമുണ്ട്. ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് സാംസൺ, വിശദാംശങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായി,
സാംസണിൽ നിന്ന് ദൈവാത്മാവ് ചോർന്നു പോയത് സാംസൺ അറിഞ്ഞില്ല. മഹാമല്ലൻ, അജയ്യനായ മനുഷ്യൻ, അങ്ങനെയൊക്കെയാണ് അവൻ കരുതിയത്. പക്ഷേ അവൻ്റെ ശക്തിയുടെ സ്രോതസ് നാസീർ വ്രതത്തിലാണ് ഇരിക്കുന്നത്. നാസീർ വ്രതധാരികൾ മുടിമുറിക്കാറില്ല. അപ്പോൾ നാസീർ വ്രതത്തിൻ്റെ ലംഘനമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കൃപ ചോർന്നു പോയത് സാംസൺ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ കൃപ വിട്ടുപോയാലും അത് നഷ്ടമായി എന്ന് പോലും അറിയാതിരിക്കുന്നവനാണ് ജീവിതത്തിലെ, അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുക. ദാവീദ് രാജാവ് 51-ാം സങ്കീർത്തനത്തിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന അനുതാപ കീർത്തനത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള വാക്യം, മനോഹരമായ സങ്കീർത്തനം, പലർക്കും അത് മനഃപ്പാഠം അറിയാവുന്നതാണ്. അതിനകത്ത് ദാവീദ് പ്രാർത്ഥിക്കുന്നത് 51-ാം സങ്കീർത്തനത്തിൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നായിരുന്നു. ഓർമ്മയുണ്ടോ വചനം? എല്ലാവരും ഒന്ന് പറഞ്ഞേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറഞ്ഞത്? ആത്മാവ് ചോർന്നു പോയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് നേരിൽ കണ്ടവരാണ് ദാവീദ്. അതുകൊണ്ട് നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നവൻ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്, ദൈവിക പ്രചോദനങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. ആത്മാവിൻ്റെ സാന്നിധ്യവും ആത്മാവിൻ്റെ സഹവാസവും നിറവും ഉള്ളതുകൊണ്ടാണ് അനുതാപം നമുക്ക് ഉണ്ടാകുന്നത്. ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവാത്മാവ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കത് നഷ്ടമായി പോയില്ല എന്നതാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇവിടെ വന്നിരിക്കാനുള്ള കാരണവും. സാവൂളിനത് നഷ്ടമായി. അതുകൊണ്ട് 3 അഭിഷേകങ്ങളും ക്രമത്തിൽ തന്നെ പോയി. 1, ഇസ്രായേലിൻ്റെ രാജ്യത്വം അവന് നഷ്ടമായി. 2, രണ്ടാമത് അവൻ്റെ കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. 3-മതായി അവന് നഷ്ടപ്പെടുന്നത് അവൻ്റെ പുതിയ ഹൃദയമാണ്. സൗൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. യുദ്ധക്കളത്തിൽ വെച്ച് പരാജയം നേരിട്ട് കണ്ടു കഴിയുമ്പോൾ അവൻ കൂടെ നിൽക്കുന്ന പടയാളിയോട് പറഞ്ഞു, എന്നെ കൊല്ല്, പക്ഷേ രാജാവിനെ കൊല്ലാൻ ഞാൻ വാളുയർത്തില്ല എന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വന്തം വാളിന്മേൽ വീണ് സൗൾ മരിക്കുകയാണ്. വാള് നേരെ ചങ്കര നേരെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് വീണ് എന്ന് പറഞ്ഞാൽ സൗൾ രാജാവ്, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവ്, പടക്കളത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ചങ്കിൽ ഹൃദയത്തിലേക്ക് വാള് കുത്തിക്കയറ്റുകയാണ് ചെയ്തത്. ദൈവം കൊടുത്ത ഹൃദയവും അവന് നഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൃപകളും അതിനോട് അനുബന്ധമായി കൊടുക്കും. ആ കൃപകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അഭിവൃദ്ധി ഉണ്ടാകും. സ്വന്തം ജീവിതത്തിലും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകും, കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. എന്നാൽ അഭിഷേകങ്ങളെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ തന്ന അഭിഷേകങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടമാകും. എന്നിട്ട് ഒന്നുമില്ലാത്തവനായി ജീവിതം വല്ലാത്ത ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും. ദുരന്തം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുരന്തം, മലയാളത്തിൽ ദുരന്തം എന്ന വാക്ക് വിശദീകരിച്ചാൽ അന്ത്യം ദുരിതപൂർണമാകുന്നതാണ് ദുരന്തം. അന്ത്യം ദുരന്തപൂർണമായി തീരുന്നു, ദുരിതപൂർണമായി മാറുന്നു. അതാണ് ദുരന്തം എന്ന് പറയുക. സാവൂൾ ഒരു ദുരന്ത കഥാപാത്രമാണ്. ഒരു ദുരന്ത കഥാപാത്രമാകാതിരിക്കണമെങ്കിൽ അഭിഷേകത്തോട് ചേർന്ന് നിൽക്കുക എന്ന പ്രബോധനത്തോടെ ആ ഒരു പ്രാരംഭ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അതിൻ്റെ പശ്ചാത്തലം അതാണ്. അപ്പോഴാണ് ദൈവമായ കർത്താവ് സാമുവേൽ എന്ന ന്യായാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, സാവൂളിനെ ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു, അതിന് പകരമായി വേറൊരാളെ നീ അഭിഷേകം ചെയ്ത് ഉയർത്തണം. വേറൊരാളെ, അത് സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ 1 സാമുവേൽ 16:1 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആ വാക്യം ഇങ്ങനെയാണ്: കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രയേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും. ഇനി അടുത്ത വാക്ക് നോക്കുക: അഭിഷേക തൈലം കുഴലിൽ നിറച്ച് നീ പുറപ്പെടുക, നിന്നെ ഞാൻ ബേത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും, അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് എപ്പോഴും ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് നയിക്കുന്നത്, ദൈവമാണ് പരിപാലിക്കുന്നത്, എല്ലാം ദൈവമാണ്. നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത കാര്യങ്ങളുടെയും മുകളിൽ ഉത്തരവാദിത്വമുള്ളവൻ, നിയന്ത്രണമുള്ളവൻ ദൈവമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അതുകൊണ്ട് തകർന്നു നിൽക്കുന്ന ഇസ്രയേലിൻ്റെ സമൂഹത്തിൻ്റെ മുൻപിൽ അവന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ദൈവം വേറൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അഭിഷേക തൈലം കുഴലിലെടുത്ത് എത്രയും വേഗം ബേത്ലഹേമിലേക്ക് പോകുക, അവിടെ ചെന്ന് ഞാൻ കാണിച്ചു തരുന്ന ഒരുവനെ നീ എനിക്ക് വേണ്ടി ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്യുക എന്ന് പറയുമ്പോൾ ന്യായാധിപനായ സാമുവേലിന് അറിയില്ല ആരെയാണ് താൻ അഭിഷേകം ചെയ്യേണ്ടത് എന്ന്. അറിഞ്ഞുകൂടാ. പോകാൻ പറഞ്ഞു. ഉടനെ അവൻ പോയി. എവിടേക്കാണ് അവൻ പോയത്? ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് ബേത്ലഹേമിലേക്കാണ്. ബേത്ലഹേം പിന്നീട് ചരിത്ര പ്രസിദ്ധമായി മാറുന്നത് അവിടെ നിന്നുള്ള ഒരുവനെ ദൈവം രാജാവായി ഉയർത്തിയപ്പോഴാണ്. തലമുറകൾക്കെന്നും ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി ഒരു ദാവീദ് എന്ന് പറയുന്ന ഒരു ഇടയച്ചെറുക്കനെ രാജാവായി അഭിഷേകം ചെയ്ത് ഉയർത്താൻ വേണ്ടി സാമുവേലിനെ അയക്കുന്നത് ബേത്ലഹേമിലേക്കാണ്. അഭിഷേകത്തിൻ്റെ തൈലവും കുഴലിലെടുത്തുകൊണ്ട് സാമുവേൽ ബേത്ലഹേമിലേക്ക് പോയി. ജസ്സയെ കാണാൻ പറഞ്ഞു. ജസ്സയെ കണ്ടു. എന്നിട്ട് ജസ്സയോട് സാമുവേൽ പറഞ്ഞു, നിന്റെ മക്കളിൽ ഒരുവനെ യൂദയായുടെ രാജാവായി, ഇസ്രയേൽ രാജാവായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആരെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് നിന്റെ ആൺമക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരിക. സാമുവേലിൻ്റെ ഈ വാക്ക് ജസ്സയിൽ വലിയ സന്തോഷമുളവാക്കി. ഞാനിതാ രാജപിതാവാകാൻ പോകുന്നു. ആരെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആരായാലും ഒരാൾ രാജാവാകും, ഇസ്രയേലിൻ്റെ രാജാവ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ജസ്സെ തൻ്റെ മക്കളെ കൊണ്ടുവന്ന് നിരനിരയായി സാമുവേലിൻ്റെ മുൻപിൽ നിർത്തുന്നതാണ് പിന്നെ നമ്മൾ കാണുക. അങ്ങനെ നിൽക്കുമ്പോൾ ആദ്യമായി ഏറ്റവും മൂത്തമകനായ ഏലിയാബ് സാമുവേലിൻ്റെ മുൻപിലെത്തി. അവനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തനാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് സാമുവേലിന് തോന്നി എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, അവൻ്റെ ആകാര വടിവോ അവൻ്റെ ഉയരമോ നീ നോക്കേണ്ട. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളും. ഒന്ന് പറയാമോ? മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളും. മനുഷ്യനെ അളക്കുന്നത് എങ്ങനെയാ? ബാഹ്യമായ കാര്യങ്ങൾ കണ്ടിട്ടാണ്. സമ്പന്നനാണോ? വിദ്യാഭ്യാസമുണ്ടോ? പദവികളുണ്ടോ? സൗന്ദര്യമുണ്ടോ? സ്വാധീനമുണ്ടോ? കുലമഹിമയുണ്ടോ? ഇതൊക്കെയാണ് മനുഷ്യനെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലുകൾ. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല. നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. മനുഷ്യൻ്റെ വിധിയും ദൈവത്തിൻ്റെ വിധിയും രണ്ട് വിധത്തിലാണ്. മനുഷ്യൻ ബാഹ്യരൂപം കണ്ട് ഒരുവനെ അളക്കുമ്പോൾ ദൈവം ഒരുവൻ്റെ ആന്തരികമായ ഭാവങ്ങൾ കണ്ട് അവനെ വിധിക്കുന്നു, അവനെ അളക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ആകാര വടിവോ
അവൻ്റെ ഉയരമോ നീ നോക്കേണ്ട. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളും. അപ്പോൾ ഒന്നാമനായ ഏലിയാബ് മാറ്റി നിർത്തപ്പെട്ടു. അപ്പോഴാണ് രണ്ടാമനായ അബിനാദാബിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അബിനാദാബിനെ കണ്ടപ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ മൂന്നാമൻ വന്നു, ഷെമ്മ. അവൻ്റെ നോക്കിക്കൊണ്ടും കർത്താവ് പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവനല്ല. അങ്ങനെ 7 മക്കൾ അപ്പൻ്റെ മുൻപിൽ വന്നു നിന്നു. ഈ 7-ാമൻ വന്നപ്പോഴും ദൈവമായ കർത്താവ് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തവൻ ഇവനല്ല. അങ്ങനെ അപ്പൻ കൊണ്ടുവന്ന് നിർത്തിയ 7 മക്കളും തിരസ്കൃതമായി നിൽക്കുന്ന ഒരു നിർണായകമായ നിമിഷമുണ്ട്. അപ്പോൾ സാമുവേൽ ജസ്സയോട് ചോദിച്ചു, നിന്റെ മക്കളെല്ലാവരുമായോ? ദൈവം എന്നോട് പറഞ്ഞത് ജസ്സയുടെ ഒരു മകനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്നാണ്. നിന്റെ മക്കളെ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ട് നീ കൊണ്ടുവന്ന് നിർത്തിയ 7 പേരുമായിട്ടും അതിലൊരുവൻ പോലും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല എന്ന് ദൈവം തന്നെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുക? നിന്റെ മക്കളെല്ലാവരുമായോ? അപ്പോഴാണ് ജസ്സ പറയുന്നത്, ഇനി ഒരുത്തൻ കൂടെയുണ്ട്, അവൻ ആടുമേയ്ക്കാൻ വേണ്ടി വനാന്തരങ്ങളിലൂടെ പോയിരിക്കുകയാണ്. ജസ്സയോട് സാമുവേൽ പറഞ്ഞു, വേഗം വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ ആടുകളുടെ ഇടയിൽ നിന്ന് ആടുമേയിച്ചു കൊണ്ടിരുന്ന ഇടയനായ 8-ാമൻ സാമുവേലിൻ്റെ മുൻപിലെത്തി. ജസ്സയുടെ 8-ാമത്തെ മകൻ. അവനെ കണ്ടപ്പോൾ ദൈവമായ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, അഭിഷേക തൈലമെടുത്ത് അവൻ്റെ തലയിലൊഴിച്ച് ഇസ്രയേലിൻ്റെ രാജാവായി അവനെ അഭിഷേകം ചെയ്ത് ഉയർത്തുക. അങ്ങനെ 8-ാമൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് അഭിഷിക്തനായി മാറി. അവനാണ് ചരിത്രത്തിൽ പ്രസിദ്ധനായി തീർന്ന ദാവീദ് രാജാവ്. ഇതാണ് ചരിത്ര പശ്ചാത്തലം. ദാവീദ് രാജാവ് കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് പറഞ്ഞത് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, ആടുമേയ്ക്കാൻ വേണ്ടി നടന്നവനെ ദൈവം വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രയേലിൻ്റെ രാജ പദവി നൽകി ഉയർത്തിയ അനുഭവിച്ചവന് കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് പറയാൻ അവകാശമുണ്ട്. കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് അവൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് പറഞ്ഞു, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. രുചിച്ചറിയുവിൻ. പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പഞ്ചസാര മധുരമുള്ളതാണെന്ന് രുചിച്ചറിയണം. അങ്ങനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര മധുരമുള്ളതാണെന്ന് വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചറിയണം. ഓരോ ജീവിതാനുഭവങ്ങളിലും ഇത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സിറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ അനാഫ്രയുടെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം. ബാക്കി പറഞ്ഞേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ദൈവമേ നീ ഞങ്ങൾക്ക് തരുന്നത്. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം ദൈവം തന്ന അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം ദൈവം തന്ന കൃപ കൊണ്ടാണ് ഈ വചനം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നത്. പറഞ്ഞ മനസ്സിലാക്കാനുള്ള അനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ്, സ്ഥിരബുദ്ധി ഉള്ളത് കൊണ്ടാണ്, ഇവിടെ വരാനുള്ള ആരോഗ്യമുണ്ടായത് കൊണ്ടാണ്, അവസരമുണ്ടായത് കൊണ്ടാണ്. ഇങ്ങനെ നോക്കുമ്പോൾ, ആത്മീയത കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത്ഭുതങ്ങൾ മാത്രമേ പിന്നെ കാണാനുള്ളൂ. അതുകൊണ്ടാണ് നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്നത്. ഇത് തിരിച്ചറിയണം, ഇത് തിരിച്ചറിയണം. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മേന്മ കൊണ്ടാണ് എന്ന് ചിന്തിക്കരുത്, എൻ്റെ ലക്കാണ് എന്ന് പറയരുത്. തമ്പുരാൻ്റെ കൃപയാണ് എന്ന് പറയണം. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ബാക്കി പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെയും ഓർത്ത്
ദൈവത്തിന് നന്ദി പറയുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. എത്ര വ്യക്തമാണ് ബൈബിൾ, എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. ഇത് മാത്രം ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഇല്ലായ്മകളും വല്ലായ്മകളും പോരായ്മകളും കുറവുകളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷേ എന്തെല്ലാം നന്മ! എത്ര ദുഷ്ടനായ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നന്മയുണ്ട്. ആ നന്മ കാണാൻ നമുക്ക് പറ്റുന്നില്ല, അതാണ് വിഷയം. അതുകൊണ്ടാണ് ഏതൊരു മാർബിൾ കല്ലിനുള്ളിലും ഒരു മാലാഖ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുന്നത്. ഏതൊരു മാർബിൾ കല്ലിനകത്തും ഒരു മാലാഖ ഒളിഞ്ഞിരിപ്പുണ്ട്. മാലാഖയുടെ രൂപത്തിന് നിരക്കാത്തത് കൊത്തി മാറ്റിയാൽ മനോഹരമായൊരു മാലാഖയുടെ രൂപം പുറത്തു വരും. എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട്. എല്ലാവരും നന്മയുള്ളവരാണ്. എല്ലാവരെയും നന്മയുള്ളവരായി കാണാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരെ ഓർത്ത് ദൈവമേ നന്ദി എന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവന് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന, അവഗണിക്കുന്ന അവരുടെയൊക്കെ ഉള്ളിൽ എന്തുമാത്രം നന്മയുണ്ട്. നമ്മുടെ ഉള്ളിൽ കുറവുണ്ട്, പോരായ്മയുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം നന്മയുണ്ട്. അതുകൊണ്ടാണ് ആത്മീയതയിലെ വൈരുദ്ധ്യാത്മികത എന്നൊരു വാക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ കൂടുതൽ ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല വശം നമ്മുടെ ഉള്ളിലുണ്ട്, അതേ സമയത്ത് തന്നെ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത ഒരു വശവും നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത വശത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്, ദൈവത്തിന് സ്വീകാര്യമായൊരു വശം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് തിരിച്ചറിയുന്നത് പഴയ നിയമത്തിൽ കായൻ്റെയും ആബേലിൻ്റെയും ജീവിതത്തിലാണ്. ആദ്യത്തെ ബലിയർപ്പണങ്ങൾ, പിന്നീട് നമ്മൾ കുർബാനയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ആദ്യത്തെ ബലിയർപ്പണത്തെക്കുറിച്ചൊക്കെ പിന്നീട് കാണും. അപ്പം അതിൽ ഒരു വാക്ക് നേരത്തെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്, ലോകത്തിൽ ആദ്യമായി അർപ്പിച്ച ദൈവത്തിന് മുൻപിൽ അർപ്പിച്ച ബലികൾ, ഒന്ന് കായൻ്റേതായിരുന്നു, രണ്ട് ആബേലിൻ്റേതായിരുന്നു. കായൻ്റെ ബലി തിരസ്കൃതമായി, ആബേലിൻ്റെ ബലി സ്വീകാര്യമായി, നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും നമ്മുടെ ഉള്ളിലുണ്ട്. കായനും ആബേലും നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന് സ്വീകാര്യമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു ആബേൽ മനോഭാവവും നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത ബലിയർപ്പിക്കുന്ന ഒരു കായേൻ ഭാവവും നമ്മുടെ ഉള്ളിലുണ്ട്. കായേൻ ഭാവം വളർന്നാൽ ആബേൽ ഭാവത്തെ കൊല്ലും. മനസ്സിലാവുന്നുണ്ടോ ആവോ? ഈ കായേൻ ഭാവം, അതേക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, അത് മാത്രമാണ് എന്ന് വിചാരിക്കുന്നു. കുറവുകളും പോരായ്മകളും ഇല്ലാത്തവരാരാ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ളത്? ദൈവം സൃഷ്ടി എന്ന ഒറ്റ കാരണത്താൽ തന്നെ അവന് കുറവുണ്ട്. പരിപൂർണനായവൻ ദൈവം മാത്രം. മനുഷ്യൻ കുറവുകൾ ഉള്ളവനാണ്, പോരായ്മകൾ ഉള്ളവരാണ്. പക്ഷെ ഈ പോരായ്മകളെക്കുറിച്ചോ ഏതെങ്കിലും ഒരു തകർച്ചയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു പാപത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു വീഴ്ചയെക്കുറിച്ചോ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളതല്ലിത്. നമ്മുടെ നന്മയുടെ വശത്തെ നമ്മൾ കാണണം. വ്യത്യസ്തമായി നമ്മളെ തന്നെ കാണാൻ പഠിക്കണം. കുറവുകളുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിലെ നന്മയെ ഞാൻ വളർത്തി തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇരുണ്ട ഒരു മുറിയിൽ ഇരുട്ടിനെ പഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഒരു വെളിച്ചം കത്തിച്ചു വയ്ക്കുക. വെളിച്ചം കത്തിച്ചു വെച്ചാൽ ഇരുട്ട് ഇല്ലാതെ പോകും. ഇരുട്ടാണ് എന്ന് പറഞ്ഞ് കാറിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്ക്, ഒരു വെളിച്ചം കത്തിച്ചു വയ്ക്ക്. അപ്പോൾ ഇരുട്ട് നിന്ന് മാറും. നിഷേധാത്മകമായ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അത് പറയാനും ആ വിധത്തിൽ ജീവിതത്തെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മിലെ ആബേൽ ഭാവങ്ങൾ വളരാൻ തുടങ്ങും. കായേൻ ഭാവത്തെ നശിപ്പിക്കുന്നത്, അതിജീവിക്കുന്നത് ഈ ആബേൽ ഭാവത്തെ വളർത്തിക്കൊണ്ടാണ് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുക. അതുകൊണ്ട്
ഓരോരുത്തരുടെയും വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ ദ്വന്ദ്വഭാവങ്ങൾ അത് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ഇത് കണ്ടു കഴിയുമ്പോൾ ദൈവം തന്ന കൃപകളെ ഓർത്ത് നിരന്തരമായി നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ബാക്കി പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. ദാവീദ് ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് നിങ്ങളും രുചിച്ച് അറിയുവിൻ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമായി ഈ ഒരു അനുഭവത്തിലേക്ക് അവൻ എത്താനുള്ള അവനെ അതിൻ്റെ ആ തീവ്രത, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത അവന് മനസ്സിലായത് അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളിലാണെങ്കിലും ഒരു കാര്യം കൂടെ അതിൻ്റെ പശ്ചാത്തലമായി കിടപ്പുണ്ട് എന്നുകൂടെ നമ്മൾ അറിയണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മക്കളെയും വിളിക്കാൻ പറഞ്ഞിട്ട് അപ്പൻ ഇവനെ മാത്രം ഒഴിവാക്കി എന്നത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി മക്കളെ എല്ലാം വിളിക്കാൻ പറഞ്ഞിട്ട് 7 പേരെ വിളിച്ചിട്ട് ഒരുത്തനെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു അവഗണനയാണ്. മാതാപിതാക്കന്മാരാൽ അവഗണിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ദാവീദ്. സഹോദരങ്ങളാൽ അവഗണിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ദാവീദ്. അവഗണിക്കപ്പെട്ടവനെ അവഗണിക്കാതെ അവനെ തെരഞ്ഞെടുത്ത് അവനെ മറ്റുള്ളവരെക്കാൾ ഉയർത്തുന്നവനാണ് എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിലെ അവഗണനകളെ ഈ കണ്ണുകൊണ്ട് കാണാൻ പഠിക്കണം. മാതാപിതാക്കന്മാർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു സഹോദരങ്ങളെക്കാൾ നിന്നെ വളർത്താൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. അതാണ്. അതുകൊണ്ടാണ് ഓരോ അവഗണനകളും ദൈവം നിന്നെ വളർത്താൻ വേണ്ടി എടുത്ത അവസരമാണെന്ന് തിരിച്ചറിയണം. സാധാരണക്കാരനെ പോലെ അല്ല ദാവീദ് അവഗണിക്കപ്പെട്ടവനാണ്. ബാക്കി 7 പേരും അങ്ങനെയല്ല. പക്ഷേ ദാവീദ് അവഗണിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ദൈവം ഉയർത്തി. ദൈവം ഒരു വ്യക്തിയെ ഉയർത്തിയാൽ ഉയരുന്ന ഉയരത്തിന് പരിധിയില്ല, ഉയർന്നു നിൽക്കുന്ന സമയത്തിനും പരിധിയില്ല. പറയാമെന്ന് നോക്കുകയും, ദൈവം ഒരുവനെ ഉയർത്തിയാൽ ഉയരുന്ന ഉയരത്തിന് പരിധിയില്ല, ഉയർന്നു നിൽക്കുന്ന സമയത്തിനും പരിധിയില്ല. മനുഷ്യനെ ഉയർത്തിയാൽ ഉയർത്തുന്ന ഉയരത്തിന് പരിധിയുണ്ട്, ഉയർന്നു നിൽക്കുന്ന സമയത്തിനും പരിധിയുണ്ട്. അപ്പം ചേട്ടാ, എന്നെ പൊക്കി പിടിക്കുകയാണെന്ന് വിചാരിക്കുക, എത്ര നേരം പൊക്കി പിടിക്കും? നിങ്ങൾ എല്ലാവരും കൂടെ പൊക്കി പിടിച്ചാൽ എന്നെ എന്തൊരു പൊക്കാൻ പറ്റും? എത്ര നേരം പൊക്കും? താഴെ ഇടും. കൂടുതൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടുതൽ അപകടം ഉണ്ടാകും. അത്രയും മേന്മയുള്ളൂ. മനുഷ്യൻ ഉയർത്തിയാൽ ഉയരുന്ന ഉയരത്തിന് പരിധിയുണ്ട്. സങ്കടം എന്താ? അയ്യോ, അവർ നമ്മളെ അവഗണിച്ചു. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഇന്ന് ഈ അൾത്താരയിൽ, ഈ ആരാധനയുടെ സമയത്ത് മറ്റുള്ളവരുടെ അവഗണനയുടെ നൊമ്പരങ്ങൾ പേറി നടക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ, പരിഗണിച്ചിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നെങ്കിൽ, അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയവനാകുമായിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റണം. തെറ്റിദ്ധാരണയാണത്. തെറ്റിദ്ധാരണ അത്ര പാപമല്ല എന്നൊക്കെ സാറിന് പറയാറുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തമ്പുരാൻ വളർത്തിയാലേ വളരൂ, തമ്പുരാൻ ഉയർത്തിയാലേ ഉയരൂ. ആരെയാണ് ദൈവം ഉയർത്തുന്നത്? തലക്കനമില്ലാത്തവനെയാണ് ദൈവം ഉയർത്തുന്നത്. തലക്കനം വന്നാൽ തമ്പുരാൻ പോലും താഴെയിടും. ഭാരമുള്ളതിനെ ചുമക്കാൻ പാടാ, ഭാരമില്ലാത്തതിനെ ചുമക്കാൻ എളുപ്പമാണ്, അല്ലേ? ഭാരമില്ലാതിരിക്കണം, അതാണ് തലക്കനമില്ലാതിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ നിൽക്കുന്നവനെ തമ്പുരാൻ ഉയർത്തും. പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പറയുന്ന വാക്കുണ്ട്, തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു.
എളിമയോടെ നിൽക്കാൻ പഠിക്കണം. എല്ലാം ദാനമാണെന്ന് മനസ്സിലാകുമ്പോഴാണ് എളിമയോടെ നിൽക്കാൻ പറ്റുന്നത്. ഞാനും എനിക്കുള്ളതും ദൈവത്തിൻ്റെ ദാനം, ആശയമല്ല, അത് ചങ്കിനകത്തുനിന്ന് പറയാൻ പറ്റണം. ഞാനും എനിക്ക് ഉള്ളതും ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. കൃപയില്ലാത്ത അധ്വാനങ്ങളെല്ലാം പാഴ്വേലകളാണെന്നും ദൈവകൃപയുള്ള അധ്വാനങ്ങൾ മാത്രമാണ് ഫലദായകമാകുന്നതെന്നും മനസ്സിലാകുമ്പോൾ കൃപ കിട്ടാൻ വേണ്ടി കുനിഞ്ഞു നിൽക്കാൻ, എളിമയോടെ നിൽക്കാൻ, മുട്ടുകുത്തി നിൽക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ആരൊക്കെ നമ്മളെ അവഗണിച്ചാലും ദൈവം നമ്മളെ അവഗണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കുറവും വരില്ല. പക്ഷെ ദൈവം അവഗണിച്ചാൽ പ്രശ്നമാകും. ദൈവം അവഗണിക്കുന്നില്ലെങ്കിൽ ഒരു കുറവും നമുക്ക് സംഭവിക്കില്ല. ഇതാണ് ദാവീദ് രാജാവ് നൽകുന്ന ഒന്നാമത്തെ പാഠം. അത് ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 23-ാമത്തെ സങ്കീർത്തനത്തിലാണ്. 23-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവാണ് എൻ്റെ ഇടയൻ. ബാക്കി പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽമേടുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. 23-ാം സങ്കീർത്തനം വീട്ടിൽ നിന്ന് ചെല്ലുന്ന പ്രാർത്ഥനയാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് കൃത്യമായി പറയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ, എൻ്റെ ദൈവമാണ് എൻ്റെ ഇടയൻ. ഈ അടുത്ത നാളുകളിൽ പ്രിൻസ് പിതാവിൻ്റെ ധ്യാനത്തിൽ നിന്നാണ് എൻ്റെ വിചാരം. ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ മനോഹരമായി സംസാരിക്കുന്നത് കേൾക്കാനിടയായി. 500 ആടുകളെ ഒരുമിച്ച് മേച്ചിൽപ്പുറങ്ങളിൽ നയിച്ചിട്ട് തിരിച്ച് അതിൻ്റെ ഭവനത്തിലേക്ക്, തൊഴുത്തിലേക്ക് നയിക്കുന്ന ഒരു ഇടയച്ചെറുക്കനെ കുറിച്ചുള്ള ചിത്രമൊക്കെ മനസ്സിലിങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പോകുമ്പോൾ ഓരോ ആടിൻ്റെയും തൊഴുത്ത് അതിനറിയാം. ആകാശമേ കേൾക്കുക, ഭൂമിതലമേ ശ്രദ്ധിക്കുക, അല്ലേ? ആ വാക്യമുണ്ട്. ആടുകൾ അതിൻ്റെ ഇടയനെ അറിയുന്നു, അതിൻ്റെ തൊഴുത്തും അറിയുന്നു. എന്നാൽ മനുഷ്യന് അവൻ്റെ ഇടയനെയും അറിയില്ല, തൊഴുത്തും അറിയില്ല. അതുകൊണ്ട് വഴിതെറ്റുന്നു. ഇങ്ങനെ തൊഴുത്തിനടുത്തൂടെ കടന്നു പോകുമ്പോൾ ആ തൊഴുത്തിലെ ആടുകളെല്ലാം അത് കയറും. ഇങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. 500 എണ്ണമുണ്ട്. അപ്പോൾ ഈ തൊഴുത്തിൽ കയറേണ്ടതെല്ലാം അവിടെ കയറി. അടുത്ത തൊഴുത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അവിടെ കയറേണ്ടത് മാത്രം അവിടെ കയറുന്നു. ഇങ്ങനെ കറങ്ങി അടിച്ച് എത്തുമ്പോഴേക്കും ഇവൻ്റെ വളരെ കുറച്ച് ആട്, അത് മാത്രം എൻ്റെ കൂടെയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കയറി. തൊഴുത്തറിയണം, ഇടയനെ അറിയണം. അതൊരു വലിയ ആത്മബന്ധത്തിലാണ് അത് സംഭവിക്കുന്നത്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, ആ വചനം ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും എന്നുകൂടെ ഞാൻ മനസ്സിലാക്കണം. എനിക്ക് ഒരാളെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കണം. വാക്കും വാഗ്ദാനവും ഞാൻ വിശ്വസിക്കണം. എനിക്ക് അയാളെ വിശ്വാസമാണ്, പക്ഷേ അയാളുടെ വാക്ക് എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ വിശ്വാസമില്ലെന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ വാഗ്ദാനവും വിശ്വസിക്കുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുക എന്നാണ് അർത്ഥം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽമേടുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ഇടയനായ ദൈവം എന്നെ കൊണ്ടു നടക്കുന്ന ജീവിത ശൈലിയാണെന്ന് എന്ന് ബോധ്യപ്പെടുന്നുവോ, അപ്പോൾ നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും ഭാരങ്ങളും അവിടെ അവസാനിക്കുകയാണ്. തമ്പുരാൻ നയിക്കുന്ന വഴിയിലൂടെ പോവുകയാണ്. ഇവിടെ വഴി കണ്ടെത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ല, വഴി കണ്ടെത്തുന്നത് അവനാണ്. എനിക്ക് വേണ്ടി വഴികൾ കണ്ടെത്തുന്നൊരു ദൈവമുണ്ട്.
നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. അവൻ കൊണ്ടുപോകാൻ, അവൻ്റെ കൂടെ നടന്നാൽ എനിക്ക് ലാഭമാണെന്ന് മനസ്സിലാവുന്ന രംഗമുണ്ട്. എനിക്ക് വഴിതെറ്റിപ്പോവില്ല, തകർച്ച ഉണ്ടാവില്ല, അതുപോലെ അപകടമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുണ്ട്. ഈ പിടി വിട്ടുപോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിടി വിട്ടുപോയാൽ ജീവിതം കഷ്ടമാകും. പണ്ട് കേട്ട ഒരു കഥ മനസ്സിൽ ഓർമ്മയുണ്ട്. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അമ്മയുടെ കൂടെ പോയ കൊച്ച് അമ്മയുടെ കൈവേയിൽ പിടിച്ച് അവരിങ്ങനെ ഈ ഉത്സവപ്പറമ്പിലൂടെ എല്ലാം കണ്ടും ആസ്വദിച്ചും പോവുകയാണ്. വാദ്യമേളങ്ങളുണ്ട്, കാണാനും കൊള്ളാവുന്ന കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്, കടകളുണ്ട്. കടകമ്പോളങ്ങളിൽ അവന് ഏറ്റവും സ്വീകാര്യമായ, ഏറ്റവും ഇഷ്ടം നൽകുന്ന കുറേ സാധനങ്ങളിങ്ങനെ തൂക്കിയിട്ടുണ്ട്. അവൻ അമ്മയോട് പറഞ്ഞതെല്ലാം, സ്നേഹമുള്ള അമ്മ അതെല്ലാം വാങ്ങിക്കൊടുത്തു. ഇങ്ങനെ ഈ പയ്യൻ്റെ കൈ നിറഞ്ഞ് ഈ സാധനങ്ങളുമായി അവനിങ്ങനെ അമ്മയോടെ ഓരം പറ്റി നടക്കുകയാണ്. അത്രയും നേരം അമ്മയുടെ കൈവിരൽ തുമ്പിലായിരുന്നു ഒരു പിടി. ബാക്കി ഇങ്ങനെ സാധനം എല്ലാം വെച്ചു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂട്ടം വിട്ട് അവൻ പോയി, കൈവിട്ടുപോയി. പ്രിയപ്പെട്ടവരെയും അതുവരെ സന്തോഷം നൽകിയ കാര്യങ്ങൾ ഒന്നും പിന്നെ അവൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നില്ല. അതെല്ലാം അവന് ഭാരമായി മാറി. ആഗ്രഹത്തോടെ വാങ്ങിക്കൂട്ടിയത് സ്വന്തമാക്കായി ഉപയോഗിക്കാൻ വേണ്ടി അവന് വാങ്ങിയത്, പണം കൊടുത്ത് വാങ്ങിയത് എല്ലാം അവന് ഭാരമായി മാറി. ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് ആനന്ദം നൽകുന്ന കാര്യങ്ങളായി മാറും. ദൈവത്തിൻ്റെ പിടി വിട്ടുപോയാൽ പിന്നെ ഈ ലോകവും, ഈ ലോകത്തിൻ്റെ വസ്തുക്കളും, ഈ ലോകത്തിലെ വ്യക്തികളും നമുക്ക് ഭാരങ്ങളായി മാറും. സഹോദരങ്ങളെ നമുക്ക് ദൈവം അവരുടെ കൂടെ അവരുടെ സ്നേഹം അനുഭവിച്ച് അവർക്ക് സ്നേഹം കൊടുത്ത് വളർത്താൻ വേണ്ടി തമ്പുരാൻ തന്നതാ. പക്ഷേ തമ്പുരാൻ്റെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ പോലും നമുക്ക് ഭാരമായി മാറും. മനുഷ്യനെപ്പോഴാണ് ഭാരമായി മാറുന്നത്? അവരുടെ ഭാരം കൊണ്ടല്ല, പ്രത്യേകത ദൈവത്തിൻ്റെ കൈവിട്ടു പോയതിൻ്റെ അവസ്ഥ കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവഗണിക്കപ്പെട്ടതൊക്കെ ദൈവം നമ്മളെ കൂടുതൽ വളർത്താൻ വേണ്ടിയാണെന്നും അവൻ്റെ സ്നേഹം അനുഭവിച്ച് വളരാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതും അതനുസരിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായി തീരാനും നമുക്ക് സാധിക്കുക. പച്ചയായ പുൽമേടുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, പച്ചയായ പുൽമേടുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ പച്ചയായ പുൽമേടുകളുണ്ട്. പക്ഷേ ആ പുൽമേടുകളെ കണ്ടെത്താൻ നമുക്ക് നമ്മുടെ ഹ്രസ്വദൃഷ്ടികൾക്ക് കഴിവില്ല. ഇടയനാണ് ആടുകൾക്ക് വേണ്ടി പുൽമേടുകളെ കണ്ടെത്തുന്നത്. ഇടയനാണ് ആ പുൽമേടുകളിലേക്ക് ആടുകളെ നയിക്കുന്നത്. ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ സമൃദ്ധിയുടെ ഒരു ലോകം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ നമ്മൾ കണ്ടില്ല. പക്ഷെ അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ഈ സമൃദ്ധിയുടെ ലോകത്തേക്ക് എത്തും. അവിടെ വളരെ പ്രധാനമായ ഒരു വാക്യം, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, പച്ചയായ പുൽമേടുകളിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു എന്നല്ല, പച്ചയായ പുൽമേടുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു എന്നാണ് വാക്യം. പച്ചയായ പുൽമേടുകളിൽ വിശ്രമം നൽകുക എന്ന് പറഞ്ഞാൽ, പച്ചയായ പുൽമേടിലേക്ക് നയിക്കുന്ന ആട് വിശന്ന് പൊരിയുന്ന ആടാണ്. പച്ചയായ പുൽമേടിൽ വിശ്രമിക്കുന്നയാട് വയറ് നിറയെ തിന്ന് സംതൃപ്തിയുള്ള ആടാണ്. പുൽമേടിലേക്ക് പോകുന്നവൻ വിശന്ന് വലയുന്ന വയറോടെ പോകുന്നു. വിശ്രമിക്കുന്ന ആട് സംതൃപ്തിയോടെ അവിടെ കിടക്കുന്നു. ദൈവത്തിൻ്റെ ഈ ഇടയ സങ്കല്പത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പച്ചയായ പുൽമേടിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു എന്നല്ല, പച്ചയായ പുൽമേടുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം തരുന്നു എന്നാണ്. നിനക്ക് സ്വസ്ഥതയുണ്ടാകുന്നു, നിനക്ക് സംതൃപ്തി ഉണ്ടാകുന്നു.
നിനക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകുന്നു. കർത്താവ് എൻ്റെ ഇടയനാണ് എന്ന് ഓരോ ദിവസവും 23-ാം സങ്കീർത്തനം ചെല്ലുമ്പോൾ ഇത് നമ്മുടെ ചങ്കിനകത്ത് വേണം. എനിക്ക് വേണ്ടത് എൻ്റെ ദൈവം തരും, തമ്പുരാൻ തരും. അബ്രാഹാം മകനെ കൂട്ടിക്കൊണ്ട് മോറിയായുടെ മല കയറുമ്പോൾ കത്തിയും തീയും വിറകുമൊക്കെ നമുക്കുണ്ട്. ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെ എന്ന ചോദ്യത്തിന് യഹോവയെ തരുമെന്ന് പറയുന്ന യഹോവയീരേ എന്നാണ് അബ്രാഹാം മകനോട് പറഞ്ഞു കൊടുത്തത്. ദൈവം തരും, ദൈവത്തിൻ്റെ മലയിൽ വേണ്ടത് ദൈവം തരും. ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നിന്റെ ചങ്കിനകത്ത് നിനക്ക് കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ അത് അതുപോലെ സംഭവിച്ചിരിക്കും. ദൈവം തരും, ദൈവം തരും. ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചു, പക്ഷേ ഇനി ദൈവം തരും എന്ന് വിശ്വസിക്കാൻ, അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കാലമായി. അതുകൊണ്ട് പ്രശാന്തമായ ജലാശയത്തിലേക്കും പച്ചയായ പുൽമേടുകളിലേക്കും നയിക്കുന്ന ഒരു ഇടയനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിറയേണ്ടതായിട്ടുണ്ട്. ഇടയ സാന്നിധ്യമാണ് ആടുകളുടെ ഉന്മേഷം. അതാണ് 3-ാമത്തെ വാക്യത്തിൽ, അവിടുന്ന് എനിക്ക് ഉന്മേഷം തരുന്നു, സന്തോഷം തരുന്നു, സമാധാനം തരുന്നു. അവൻ്റെ സാന്നിധ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദത്തിന് അടിസ്ഥാനമായി നിൽക്കുക. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. മരണത്തിൻ്റെ എല്ലാവരും പറഞ്ഞേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഭയം എന്നാണ് വിട്ടുമാറുന്നത്? ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ്. എപ്പോഴാണ് ഭയപ്പെടുന്നത്? ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ ഭയപ്പെടും. എന്നാൽ ശക്തനായവൻ എൻ്റെ മുൻപിലുണ്ട്, എൻ്റെ പരിചയമാണവൻ, അവൻ എനിക്ക് വേണ്ടി പടവെട്ടുന്ന യോദ്ധാവാണ്, അവൻ എൻ്റെ കൂടെയുണ്ട്. കരുത്തനായവൻ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഭയമില്ല. അതുകൊണ്ടാണ് നിർഭയനായി ജീവിക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. നിർഭയൻ എന്നൊരു വാക്കുണ്ട്. നിർഭയം, ഭയമില്ലാത്ത അവസ്ഥ. ഭയം പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്നുകൂടെ ഓർക്കണം. എവിടെയാണ് ആ സംഭവം? ആദ്യമായി മനുഷ്യ ചരിത്രത്തിൽ ഭയത്തെക്കുറിച്ച് പറയുന്നത് ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്ത് അവർ ദൈവത്തെ ഭയന്ന് കുറ്റിക്കാടുകൾക്കിടയിൽ ഒളിക്കാൻ തുടങ്ങുന്നിടത്താണ് ഭയം എന്ന വാക്ക് പ്രത്യക്ഷമാകുക. പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഭയം. അത് ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ, വെളിച്ചത്തോടടുക്കുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നത് പോലെ ഭയം നമ്മെ വിട്ടുമാറാൻ ദൈവത്തിലേക്ക് അടുക്കുക. അതുകൊണ്ടാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന ചിന്തയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഏത് സമയത്തും കൊല്ലപ്പെടാം. അത്തരം അനുഭവത്തിൻ്റെ പേരാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. നമ്മളാരും അവിടെയല്ല, എന്നിട്ടും മരണഭയമാണ് നമുക്ക്. അതൊക്കെ ചില വൈരുദ്ധ്യാത്മകതകളാണ്. അപ്പം അതുകൊണ്ട് ഏത് സമയവും കൊല്ലപ്പെട്ടേക്കാം എന്ന വിധത്തിൽ ഭയപ്പെടുന്ന ചില മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ആയിരിക്കുമ്പോഴും കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുക. ഇത് ദാവീദ് രാജാവ് മറ്റൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അത് സാവൂൾ രാജാവ് ജീവിച്ചിരുന്ന നാളുകളിൽ ഒരു ദുരാത്മാവ്, ദൈവാത്മാവ് അവനെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഒരു ദുരാത്മാവ് അവനിൽ ആവസിച്ചു. അപ്പോഴും അവൻ അസ്വസ്ഥമാകുന്ന സമയത്ത് അവന് മനസ്സിന് ശാന്തി കൊടുക്കാൻ വേണ്ടി കിന്നരം വായനയിൽ നൈപുണ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ദാവീദ് എന്ന് പറയുന്ന ഇടയച്ചെറുക്കനെ കണ്ടെത്തി. അവനിങ്ങനെ ഈ കിന്നരം വായിക്കും. അത് അതിൻ്റെ സ്വരം കേൾക്കുമ്പോൾ, ദാവീദിൻ്റെ കിന്നര വായനയുടെ സ്വരം കേൾക്കുമ്പോൾ സാവൂളിൽ നിന്ന് ദുരാത്മാവ് അകന്നു നിൽക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെട്ടു നിന്ന സാവൂൾ
ദാവീദിൻ്റെ നേരെ കുന്തമെറിഞ്ഞ് അവനെ കൊല്ലാൻ തുടങ്ങുന്ന ഒരു രംഗമുണ്ട്. യുദ്ധം നയിച്ചിട്ടുള്ള രാജാവായ സാവൂൾ എറിഞ്ഞ കുന്തം അവൻ്റെ ചങ്ക് പിളർന്ന് കടന്നു പോകുന്നതിന് മുൻപ് ഇത് കണ്ട് പെട്ടെന്ന് ദാവീദ് തെന്നിമാറി ആ കുന്തം വന്ന് ഭിത്തിയിൽ തറഞ്ഞു കയറി. ബൈബിൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുന്തം വന്ന് ഭിത്തിയിൽ തറഞ്ഞു കയറി. ആ കുന്തമുനയുടെ മുൻപിലിരുന്നു കൊണ്ട് മനസ്സിൽ ദാവീദ് കോറിയിട്ട വാക്യമാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം സംരക്ഷിച്ചതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നവനാണ് ദാവീദ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ആരൊക്കെ നമ്മളെ അവഗണിച്ചാലും ദൈവം നമ്മളെ അവഗണിക്കുന്നില്ലെങ്കിൽ ഒരു കുറവും നമുക്ക് സംഭവിക്കില്ല. ഈ ലോകത്തിൽ ആരൊക്കെ നമ്മളെ തകർക്കാൻ നോക്കിയാലും ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു തകർച്ചയും വരില്ല. ഇതാണ് വിശ്വാസം. അവൻ കാരണമാണ് ഈ തകർച്ച. ഇല്ല, ദൈവം അനുവദിക്കാതെ ആ തകർച്ച എന്നെ തൊടില്ല. ഈ ലോകത്തിൽ ആരൊക്കെ നമ്മളെ തകർക്കാൻ നോക്കിയാലും ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അനുഭവിച്ചറിഞ്ഞവൻ അത് പറയുകയാണ്, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ച് അറിയുവൻ. രുചിച്ചറിഞ്ഞവൻ പറഞ്ഞു കർത്താവ് നല്ലവനാണെന്ന്. രുചിച്ചറിയാൻ നമ്മളെ അവൻ ക്ഷണിച്ചു. ഓരോ ദിവസവും ഈ വാക്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവൻ. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരും സ്വീകരിച്ചവരുമാണ് നമ്മൾ. അതിനെയെല്ലാം ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞ് ആഴമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ ഈ ആരാധനയുടെ മണിക്കൂർ നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ച് അറിയുവിൻ. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ സ്വീകരിച്ച കൃപയ്ക്ക് ആനുപാതികമായി ദൈവത്തോട് പ്രതിസ്നേഹം കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ, ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത. ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അവൻ്റെ സ്നേഹം അനുഭവിച്ചാൽ അവനെ പാടി പുകഴ്ത്താതിരിക്കാനാവില്ല, അവനെ ആരാധിക്കാതിരിക്കാനാവില്ല, അവൻ പറയുന്നത് പോലെ ജീവിക്കാതിരിക്കാനാവില്ല. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രചോദനമായി മാറും. അതാണ് നമ്മുടെ ആത്മീയതയുടെ അടിത്തറയായി തീരേണ്ടത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.